ഒരു ഓസ്ട്രേലിയൻ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക എന്നത് റിവാർഡിംഗ് ആണ്. അതുപോലെ തന്നെ കോംപ്ലക്സ് പ്രോസസ്സാണ്. ഇതിൽ വരുന്ന ഓരോ ചെറിയ എററിനും അല്ലെങ്കിൽ മിസ്റ്റേക്കിനും നിങ്ങൾ വലിയ വില നൽകേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങളുടെ വിസ പ്രോസസ്സ് എന്ന് പറയുന്നത് ഡിലേ ചെയ്യപ്പെടാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യപ്പെടാം. അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ വിസ പ്രോസസ്സിൽ വരുന്ന ടോപ്പ് 5 മിസ്റ്റേക്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 5 കാര്യങ്ങളും നിങ്ങൾ തന്നെത്താനെ വിസ പ്രോസസ്സ് ചെയ്യുന്നവരാണെങ്കിലും അതല്ല ഇനിയൊരു മൈഗ്രേഷൻ ഏജൻറ്റിനെ ഏൽപ്പിച്ചിട്ടുള്ളവരാണെങ്കിലും തീർച്ചയായും അറിഞ്ഞിരിക്കണം. രണ്ട് തരത്തിലും നിങ്ങളുടെ വിസ ഡിലേ ആയി പോവാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യപ്പെടാം. അതുകൊണ്ട് ഈ 5 കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ചു കേട്ടതിന് ശേഷം അത് മനസ്സിലാക്കിയിരിക്കുക. ഫസ്റ്റ് വൺ, പ്രൊവൈഡിങ് ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ഇൻഫർമേഷൻ. വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. പല ആപ്ലിക്കൻസും അൺനോയിങ്ലി അല്ലെങ്കിൽ അൺഇൻറ്റൻഷനലി ആണ് ഈ എറേഴ്സ് വരുത്താറുള്ളത്. പലപ്പോഴും നമ്മുടെ വിസ പ്രോസസ്സിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലെങ്തി ആയിട്ടുള്ള ഫോംസ് ഫില്ല് ചെയ്യേണ്ടിയൊക്കെ വരാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫില്ല് ചെയ്ത് ടയേർഡ് ആവുന്നിടം വരെ ഫില്ല് ചെയ്ത് പോകുന്നുണ്ട്. പിന്നീടൊന്ന് ഡബിൾ ചെക്ക് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടാറില്ല. നമ്മൾ പ്രോസസ്സ് ആപ്ലിക്കേഷൻ ചെയ്ത് അത് ഡയറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ വിസ പ്രോസസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ അറിഞ്ഞിരിക്കുക, പ്രോസസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് ഈ ഫോം ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് അത് ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഓരോ സ്റ്റേജിലും ഫോർ എക്സാമ്പിൾ വിസ പ്രോസസ്സ് ചെയ്യുമ്പോൾ 17 സ്റ്റേജസ് ആണ് ഞാൻ ചെയ്ത സമയത്തുണ്ടായിരുന്നത്, എനിക്ക് ഓർമ്മയുണ്ട്. ആ 17 സ്റ്റേജിൽ ഓരോ സ്റ്റേജിലും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മേക്ക് ഷുവർ ചെയ്യുക ഓരോ കാര്യങ്ങളും ഡബിൾ ചെക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ഞാൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത് എൻ്റെ പാർട്ട്ണറെ കൊണ്ട് ഞാൻ ഓരോ സ്റ്റേജ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഞാനില്ലാത്ത സമയത്ത് വായിപ്പിക്കും. കാരണം നമ്മൾ ചെയ്ത ആ പ്രോസസ്സുകൾ അല്ലെങ്കിൽ ആ ഫോം ഫില്ല് ചെയ്തത് നമ്മൾ തന്നെത്താനെയുള്ള ഒരു ഇൻഫർമേഷൻ വെച്ചാണ്. മറ്റൊരു ഐസ്, ഒരു തേർഡ് ഐ കൊണ്ട് വാച്ച് ചെയ്യുമ്പോൾ അതിലുള്ള എറേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും ബെറ്റർ സൊല്യൂഷൻ. അപ്പോൾ എൻ്റെ ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ കൊണ്ട് നിങ്ങളവിടെ ഇല്ലാത്ത സമയത്ത് ഈ ഓരോ സ്റ്റേജും കാണിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മാറിയിരിക്കുക. ആ സ്റ്റേജ് ചെയ്തതിന് ശേഷം മറ്റൊരാളെ കൊണ്ട് ഇത് റീഡ് ചെയ്യിപ്പിച്ചതിന് ശേഷം എന്തെങ്കിലും എറർ അവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ചൂസിങ് റോങ് സബ് ക്ലാസ് ഓഫ് ദ വിസ. ഓസ്ട്രേലിയൻ വിസകൾ പല തരത്തിലുണ്ട്. അതിപ്പോൾ സ്റ്റഡിക്കാകാം, വർക്കിനാവാം, ഫാമിലി വിസയാവാം, ടൂറിസം വിസയാവാം. ഇതിനെല്ലാം കൂടി കുറേ അധികം വിസകളുണ്ട്. അതുകൊണ്ട് ഇത് ടോട്ടലി കൺഫ്യൂസിങ് ആണ് ഏത് വിസ ഞാൻ എടുക്കണം എന്നുള്ളത്. അതിന് ഒന്നാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, എൻ്റെ ചാനലിൽ ഓസ്ട്രേലിയൻ വിസ പ്രോസസ്സ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട്. അതിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓരോ ആൾക്കാരും ഏത് ടൈപ്പ് ഓഫ് വിസയിലാണ് വരാൻ സാധ്യതയുള്ളതെന്നുള്ളത്. ഒന്നുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു തരത്തിലുള്ള വിസ സ്റ്റഡി വിസയാണ്. നിങ്ങൾ ഒരു കോഴ്സ് എടുത്ത് സ്റ്റുഡൻറ്റ് വിസ എടുക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് എംപ്ലോയർ സ്പോൺസേഡ് വിസയാണ്. അത് പല കാറ്റഗറീസ് ഉണ്ട്, അത് ഞാൻ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, പോയി കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മൂന്നാമത്തേത് സ്കിൽഡ് മൈഗ്രേഷൻ വിസകളാണ്. ആ വിസകൾ എന്ന് പറയുന്നത് 189, 190, 491 അങ്ങനത്തെ വിസകളാണ്. അതിനെക്കുറിച്ച് ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതുകൂടാതെ ടൂറിസ്റ്റ് വിസയുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്ന് 3 മാസം നിന്ന് നിങ്ങൾക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ഇവിടെ ഒരു കാര്യത്തിലും എൻഗേജ് ചെയ്യാൻ സാധിക്കും, ജോലി ചെയ്യാനോ ഒന്നും സാധിക്കാത്ത ടൂറിസം വിസകളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ തരത്തിലുള്ള പലതരത്തിലുള്ള വിസകളുണ്ട്. അതിൽ ഏതാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൈഗ്രേഷൻ ഏജൻറ്റിനെ തന്നെ ഡെഫിനറ്റ് ആയിട്ടും യൂസ് ചെയ്യുക. ഞാനൊരു മൈഗ്രേഷൻ ഏജൻറ്റ് അല്ലാത്തതുകൊണ്ട് മൈഗ്രേഷൻ പരമായ ഒരു ലോ സംബന്ധിച്ച റൂളുകളും അല്ലെങ്കിൽ ലോ സംബന്ധിച്ച ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ റെസ്പോൺസ് തരാൻ സാധിക്കില്ല. ഞാൻ ചെയ്ത കാര്യങ്ങളിൽ എൻ്റെ എക്സ്പീരിയൻസിൽ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ മാത്രമേ എൻ്റെ റെസ്പോൺസിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രദ്ധിക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള വിസ സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു മൈഗ്രേഷൻ ഏജൻറ്റിനെ യൂസ് ചെയ്യുക. മൂന്നാമത്തേത് ഇഗ്നോറിങ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ അറ്റ് ദ ടൈം ഓഫ് ആപ്ലിക്കേഷൻ. ഇത് എന്ന് പറയുന്നത് സ്കിൽഡ് മൈഗ്രേഷൻ പ്രോസസ്സിലാണെങ്കിൽ നിങ്ങളുടെ ഇൻവിറ്റേഷൻ കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതാണ്. ഇതിൽ നിങ്ങളുടെ ഹെൽത്ത് ഉൾപ്പെടാം, നിങ്ങളുടെ ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ് ഉൾപ്പെടാം, നിങ്ങളുടെ ക്യാരക്ടർ റിക്വയർമെൻറ്റ് ഉൾപ്പെടാം. ഈ 3 കാര്യങ്ങളും നിങ്ങളുടേത് എലിജിബിൾ ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് സമയം പോയി കിട്ടും, നിങ്ങളുടെ മണിയും പോയി കിട്ടും. ഈ പ്രോസസ്സ് ഫുള്ളി റീഫണ്ടബിൾ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിലേതെങ്കിലും ഒരു സാധനം റിജക്റ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾ അപ്ലൈ ചെയ്ത ക്യാഷ് സഹിതം പോവും. അതുകൊണ്ട് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. നാലാമത്തേത് കറക്റ്റ് ടൈമിൽ ലോഡ്ജ് ചെയ്യുക എന്നുള്ളത്. ഡെഡ് ലൈൻസ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ വിസ പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊരു വിസ ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 60 days ആണ് അതിൻ്റെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയുള്ളത്. അതുപോലെ തന്നെ ഓരോ പ്രോസസ്സിനും നിങ്ങൾക്ക് ഡെഡ് ലൈൻസ് ഉണ്ടാവും. ആ സ്റ്റെപ്പിൽ നിങ്ങളുടെ ഡെഡ് ലൈൻ നിങ്ങൾക്ക് വരുന്ന ഇമെയിലിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും, ഇന്ന ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യുക. ആ ഡെഡ് ലൈനിൽ നിന്നും ഒരു ദിവസം കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ആ വിസ പിന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഡെഡ് ലൈൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓൾവേസ് നമ്മുടെ കലണ്ടറിൽ ഉൾപ്പെടുത്തിയിരിക്കും. ഞാൻ ചെയ്യുന്നത് എൻ്റെ ആപ്പിൾ കലണ്ടറിലോ അല്ലെങ്കിൽ ഗൂഗിൾ കലണ്ടറിലോ ഞാൻ ഓൾവേസ് ഒരു റിമൈൻഡർ
ഒരു 2-3 ഡേയ്സിന് മുൻപ് ഇട്ടിരിക്കും. അതായത് 3 ഡേയ്സ് കഴിയുമ്പോൾ ഈ പ്രോസസ്സ് ഫിനിഷ് അതിന് മുമ്പ് സബ്മിറ്റ് ചെയ്യണമെന്നുള്ളത്. നമ്മളെല്ലാം മനുഷ്യന്മാരാണ്. നമ്മൾ ബിസി ലൈഫിൽ പോകുമ്പോൾ നമ്മൾ മറന്നു പോകാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു റിമൈൻഡർ മൊബൈലിൽ സെറ്റ് ചെയ്തിട്ടേക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വാച്ചിലോ എവിടെയെങ്കിലും സെറ്റ് ചെയ്തിട്ടേക്കുക ഡെഫിനറ്റ് ആയിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ ഡെഡ് ലൈൻ മിസ്സായി പോകാനുള്ള സാധ്യതയുണ്ട്. ഡെഡ് ലൈൻ മിസ്സായി പോയാൽ നിങ്ങളുടെ ലൈഫിലെ ഒരു ചാൻസ് തന്നെ ആയിരിക്കാം നിങ്ങൾ മിസ് ചെയ്യാൻ സാധ്യത. ഏറ്റവും അവസാനത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ വരിക. അതായത് നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ട് വരുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു മൈഗ്രേഷൻ ഏജൻറ്റിനെ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. നിങ്ങളുടെ പ്രോസസ്സ് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യത്തിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നു. ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് ക്ലെയിംഡ് അല്ല, അതുകൊണ്ട് എനിക്ക് എഡ്യൂക്കേഷൻ മാത്രമേ ക്ലെയിംഡ് ഉള്ളൂ. അത് അസസ്ഡ് ആയിരുന്നു. അതുകൂടാതെ ബാക്കിയുള്ള പോയിൻറ്റ്സ് ഒക്കെ തന്നെ ക്ലിയർ ആയിട്ട് എനിക്ക് തേർഡ് പാർട്ടി പ്രൂഫ് ഉണ്ട്. അങ്ങനെ എല്ലാം വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരാളെ ആവശ്യമില്ലായിരുന്നു, ഞാൻ തന്നെ ചെയ്തു. ഇനി നിങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ ചിലപ്പോൾ അത് മറ്റൊരു രീതിയിലായിരിക്കാം, കോംപ്ലക്സ് ആയിരിക്കാം, പല ഡോക്യുമെൻറ്റ്സ് ഇല്ലായിരിക്കാം. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു മൈഗ്രേഷൻ ഏജൻറ്റിനെ യൂസ് ചെയ്യുക. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് ഓസ്ട്രേലിയൻ വിസ പ്രോസസ്സിലെ ഏറ്റവും അധികം ആൾക്കാർ വരുത്തുന്ന മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ വിസ പ്രോസസ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ വീഡിയോ ഉണ്ട്, അത് പോയി കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ല്. അതുപോലെ ആരെങ്കിലും അറിയാവുന്ന പ്രോസസ്സ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക, അവർ കണ്ടോട്ടെ, അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഗൈസ്.